Hi everyone. So let's read a past life reading. നമുക്കൊരു പാസ്റ്റ് ലൈഫ് റീഡിങ് ചെയ്താലോ? ഓക്കെ, ഇവിടെ എസെൻഷ്യൽ കാർഡ്സ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എസെൻഷ്യൽ കാർഡ്സ് അങ്ങനെ ഞാൻ എടുക്കാറില്ല, ബട്ട് ഇന്ന് എനിക്കത് റീഡ് ചെയ്യാൻ ഫീൽ ചെയ്തു. നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫുമായിട്ടുള്ള റീഡിങ്ങിൽ നിങ്ങൾക്ക് ഏത് ഗാർഡിയൻ ഏഞ്ചൽസ് ആണ് നിങ്ങൾക്ക് കളക്റ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണത് സപ്പോർട്ട് ആകുന്നത് നമുക്ക് ഇടയിൽ വായിക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ടാരോ റീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു റീഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആർക്കെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പല സിറ്റുവേഷനിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് എൻ്റെ നമ്പർ കൊടുക്കുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റീഡിങ് ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ആരാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വേണമെങ്കിൽ 2 പൈൽ വയ്ക്കാം കേട്ടോ. കുറേ നാളെ പൈൽ റീഡിങ് ചെയ്തിട്ട് സ്റ്റോൺസ് എടുക്കാം. ഇന്നെടുക്കുന്ന സ്റ്റോൺസ് 2 സ്റ്റോൺസ് ആണ്. ഒന്ന് എമത്തിസ്റ്റ് ആണ്, ദിസ് ബ്ലൂ വൺ, ആൻഡ് ദിസ് ബ്ലാക്ക് ഒബ്സീഡിയൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ പൈൽ 1 ദിസ് ഇസ് പൈൽ 1, ദിസ് ഇസ് പൈൽ 2 ഒന്ന് ചൂസ് ചെയ്യാം. വീഡിയോ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് കോയിനാണ് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കളറായിരിക്കാം, അല്ലെങ്കിൽ നമ്പർ എന്നാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ബ്ലാക്ക് ഒബ്സീഡിയൻ എന്ന് പറയുന്ന സ്റ്റോണിൻ്റെ റീഡിങ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനൊരു കാർഡ് എടുക്കുമ്പോഴേക്കും കുറച്ച് കാർഡ്സ് വീണിട്ടുണ്ട്, എന്നാലും ഇടയിൽ നിന്ന് എടുക്കാം. യെസ്, ഏസ് ഓഫ് സോട്സ്. വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു ആളുകളാണ് ഈ ഒരു കാർഡ് ചൂസ് ചെയ്തവരെന്ന് പറയുന്നത്. മെൻ്റലി ഒരു കാര്യത്തിനെ ഭയങ്കരമായിട്ട് ചിന്തിച്ച് വഷളാക്കുന്ന തരത്തിലുണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എനർജി ഉണ്ടായിരിക്കും. യെസ്, 7 ഓഫ് പെൻഡക്കിൾസ്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പേഴ്സണാണ്. പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഗൈഡൻസസ് ത്രൂ ഹെൽപ്പ് ഓഫ് വിമൺ. ഒരു സ്ത്രീയുടെ ഹെൽപ്പ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ സ്ത്രീയുടെ ഹെൽപ്പ് കൊണ്ട് നിങ്ങളുടെ ലൈഫ് വളരെയധികം ബ്യൂട്ടിഫുൾ ആകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ തിരിച്ചു ആകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. കാരണം ഏതെങ്കിലും പാസ്റ്റ് ലൈഫിൽ അവരുമായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാവും. സോ മേ ബി മദർ ഇൻ ലോ ആയിരിക്കും, സിസ്റ്റർ ഇൻ ലോ ഒക്കെ ആണെങ്കിൽ അവരുമായിട്ട് പാസ്റ്റ് ലൈഫ് അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പെൻഡിങ് ആയിട്ടുള്ള അക്കൗണ്ട്സുകളാണ് നടക്കുന്നത്. ആൻഡ് വി ക്യാൻ സീ ഡെത്ത് കാർഡ് ഓവർ ഹിയർ. സോ ഡെത്ത് കാർഡ് മീൻസ് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് ഒരു അക്കൗണ്ട് ഉണ്ട്, ആൻഡ് ട്രാൻസ്ഫോർമേഷൻസും കൂടെ നമ്മൾ പറയാം. പക്ഷെ ഡെത്ത് ആണല്ലോ. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഈ ലൈഫിൽ പൈൽ 1 ചൂസ് ചെയ്തവർക്ക് നിങ്ങളുടെ ഈ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സ്ത്രീ വളരെയധികം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള കുറേ കർമ്മകൾ തീർക്കാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. യെസ്, ഇത് പറഞ്ഞിട്ട് എടുത്തൊരു ഏഞ്ചൽ കാർഡ് എൽ മോറിയ എന്നൊരു കാർഡാണ് കേട്ടോ. ഇവരെന്ന് പറയുന്നത് ദ ഫസ്റ്റ് റേ ഓഫ് എസെൻഷൻ ആണ്. അവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? എസെൻഷന് വേണ്ടിയിട്ട് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾക്ക് പറയും നമ്മുടെ ഭൂമിയിൽ ആദ്യത്തെ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നതിൽ പുരുഷനായിട്ട് വരുന്നത് മനു എന്നാണ്. അപ്പോൾ ഇവരായിരുന്നു മനുവായിട്ട് കൺവേർട്ട് ആയതെന്നാണ് പറയുന്നത്. നമ്മുടെ DNA-യിലേക്കൊക്കെ ഇവരുടേതായിട്ട് 12 സ്ട്രാൻഡ്സ് കണക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഈ കാർഡ് എടുത്ത് കഴിഞ്ഞ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സ്ത്രീകൾ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളെ സെൽഫ് ഡിസിപ്ലിൻ ആവാനും നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഒരു സെൻറ്റർ ആയി പോകാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഇത് വന്നിട്ടുള്ളത്. സോ യു ആർ റിമൈൻഡഡ് ടു യൂസ് യുവർ പവർ ഫോർ ദ ഹയസ്റ്റ്. നിങ്ങൾക്ക് ഒരുപാട് ശക്തികളുണ്ട്, ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത്തുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. സോ ഐ സ്റ്റാൻഡ് ഇൻ മൈ പവർ എന്നൊരു ഫോർമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചൂസ് ചെയ്തവർക്ക് വേണമെങ്കിൽ പറയാം ഐ സ്റ്റാൻഡ് ഇൻ മൈ പവർ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ആ ഫോർമേഷൻസ് പറയാം കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് കുറേ കഴിവുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും.
ഓക്കെ. സോ ഐ സ്റ്റാൻഡ് ഇൻ മൈ പവർ എന്നൊരു കാർഡ് മീൻസ് ആ ഒരു അഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ കിട്ടിയിട്ടുള്ള ഒരു പല സ്ട്രെങ്ത് ആയിരിക്കാം, പോസിബിലിറ്റീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ പല പല ശക്തികളും പല പല പാഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. സോ ഐ സ്റ്റാൻഡ് ഇൻ മൈ പവർ എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് റീഡിങ്ങിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സ്ത്രീയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫെമിനിൻ എനർജി ആയിരിക്കാം കേട്ടോ. അവരാൽ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ മരണപ്പെട്ടിട്ടും ഉണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു നൈറ്റ് എനർജിയൊക്കെ ആയിരുന്നു നിങ്ങൾ. വളരെയധികം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് സഹനം സഹിച്ച് ജീവിക്കുന്ന ആളുകളായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഫിനാൻസൊക്കെ ആ ലൈഫ് ടൈമിൽ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലായിരുന്നു ഒരു നല്ലൊരു കംപ്ലീഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ല കഴിവുകളുള്ള പേഴ്സൺ ആയിരുന്നു. സോ ഈ ലൈഫ് ടൈമിൽ നിങ്ങളോട് നിങ്ങളുടെ പവറിനെ ചൂസ് ചെയ്യാനും അതിനെ ഡെവലപ്പ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. സോ ഈ ഒരു കാർഡാണ് എനിക്ക് വന്നത്. സോ ഇതൊരു ഷോർട്ടായിട്ടുള്ള റീഡിംഗ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ഇനിയും കോൺഫിഡൻസും സ്ട്രെങ്ത്തും ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ റൂട്ട് ചക്രയാണ് ഇവിടെ ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ റൂട്ട് ചക്രനെ നിങ്ങൾ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ, റൂട്ട് റേറ്റ്സ്. ഓക്കെ. അപ്പോൾ ആ ഒരു റൂട്ട് ചക്രനെ ബാലൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് കാണാം. ഈസ് ഓഫ് പെൻഡക്കിൾസ് ആണ്, പുതിയ പുതിയ വഴികൾ തുറക്കും, അതിലുള്ള മണി പോസിബിലിറ്റിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മണി നമ്മളിലേക്ക് വരാത്തത് നമ്മുടെ എനർജി ലാക്കാണ്, കുറവാണ്. അയ്യോ എനിക്കില്ലല്ലോ, എനിക്ക് വലിയ ജോലിയില്ല, എനിക്ക് ജോലിയില്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇല്ലായ്മ തന്നെയാണ് വരുന്നത്. ഞാൻ കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ എന്നിലേക്ക് ഇത്ര പൈസ വന്നതിന് ഒരുപാട് നന്ദി, അങ്ങനെയാണുള്ള അഫർമേഷൻസ്. ഇപ്പോൾ എനിക്ക് നല്ല റിലേഷൻഷിപ്പ് ഉള്ളതിന് ഒരുപാട് നന്ദി, താങ്ക് യു. എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ യു ആർ ഹാവിങ് ദറ്റ് അബൻഡൻസ്, അല്ലെങ്കിൽ യെസ് ഉണ്ട് എന്നുള്ളൊരു എനർജിയാണ് വരിക. ആ ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എല്ലാം സ്മൂത്തായിട്ട് വന്നുകൊണ്ടിരിക്കും, അട്രാക്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. കരിയർ, ഫിനാൻസ്, മണി, റിലേഷൻഷിപ്പൊക്കെ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ നല്ല രീതിയിൽ ഹീൽ ചെയ്യാൻ യു സ്റ്റാൻഡ് ഇൻ പവർ, ഡെവലപ്പ് ചെയ്യാൻ ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെയും കടന്നു പോകുന്നുണ്ട്. ആ ട്രാൻസ്ഫോർമേഷനും സ്മൂത്തായിട്ട് കൊണ്ടുപോകുക. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ സമയത്ത് കുറേ ചവറായിട്ടുള്ള കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് പോവും. അതിനെ കളയുക. ചില ആളുകളെ കട്ട് ചെയ്യേണ്ടി വരും, അവരെ കളയുക. പുതിയ എനർജിയിലേക്ക് പോവുക. അതിലേക്ക് നിങ്ങൾ ഒരു ഹോപ്പ് വെച്ച് പോവുക. ഇതിലൊരു ഹോപ്പ് കാർഡും കൂടെ പറയാം. ഓക്കെ. ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് പുതിയ പുതിയ വിസ്റ്റംസ്, പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് പറയുന്നത്. ഓക്കെ. സോ ഇതാണ് പാസ്റ്റ് ലൈഫ് റീഡിംഗ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജ്. ഓക്കെ. നിങ്ങൾക്ക് കൂടുതലും ആണുങ്ങളെക്കാൾ കൂടുതലും സ്ത്രീ എനർജികളാണ് കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കുക. അത് മേ ബി ചിലപ്പോൾ എനർജി കേട്ടോ, ആണെങ്കിലും ഫെമിനിൻ എനർജി ഉണ്ടല്ലോ. ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഒക്കെ ഓപ്പോസിറ്റായി ഡെവലപ്പ് ചെയ്ത എവല്യൂഷൻ ആയിട്ടല്ല. ശരിക്കും സ്ത്രീകൾക്ക് ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോണാണ്, ആണുങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണാണ് നമ്മുടെ ഹോർമോൺസ്. പക്ഷെ ഇപ്പോൾ കൂടുതലും ഓപ്പോസിറ്റായിട്ട് വരുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് ടെസ്റ്റോസ്റ്റിറോൺ കൂടുന്നത് കൊണ്ടാണ് PCOD, PCOS അങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ മാസ്കുലിൻ എനർജിയോടെ കൂടുന്നു. സോ അവിടെ എന്താ പറയുന്നത്, അവർ നിങ്ങളുടെ ഫെമിനിൻ എനർജിയും കൂടെ ബാലൻസ് ചെയ്യണം. തിരിച്ചാണുങ്ങൾക്കും ഈ ഹോർമോൺസ് കൂടുമ്പോഴാണ് അവർക്ക് ഒരു ഫെമിനിൻ എനർജി കാര്യങ്ങൾ കൂടുന്നത്. അപ്പോൾ അവരുടെ മാസ്കുലിൻ അവിടെ ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ എവല്യൂഷൻസ് നടന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ആ ഒരു ബാലൻസ് നിങ്ങൾക്ക് തന്നെ ഈ റീഡിങ് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഇനി നമുക്ക് അമെത്തിസ്റ്റ് ചൂസ് ചെയ്തവർക്ക് പോവാം. കുറേ ലെങ്തി ആക്കുന്നില്ല, അതാണ് പെട്ടെന്ന് ഞാൻ ഷോർട്ട് റീഡ് ചെയ്യുന്നത് കേട്ടോ. എമെത്തിസ്റ്റ് സ്റ്റോൺ ചൂസ് ചെയ്തവർക്കുള്ള പൈൽ 2 റീഡിംഗ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് റീഡ് ചെയ്യുന്നത്. അതിലെന്തൊക്കെയാണ് പാസ്റ്റ് ലൈഫിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത്. ഒരു കാർഡ് ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ട് കേട്ടോ. യെസ്, കിങ് ഓഫ് കപ്സ്. മേ ബി നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ കിങ് ആയിരിക്കാം. കിങ്ങും ക്യൂനും കൂടി ക്വിങ് ആയി പോയിരിക്കും. നിങ്ങൾ രാജാവായിരുന്നുണ്ടായിരിക്കാം ഒരു കാലത്ത്. ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അത്രയും അബൻഡൻസും. അപ്പോൾ രാജാവായിരിക്കും കുറച്ച് ഗർവ് കൂടും അല്ലേ. ഞാൻ പൊസിഷനിലാണ്, എനിക്ക് എന്തിനും ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ കുറേ തെണ്ടിത്തരങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഉണ്ടോ നോക്കി നോക്കാം കേട്ടോ കാർഡ്സിൽ. നമുക്കിപ്പോൾ നമ്മൾ പാസ്റ്റ് ലൈഫ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫിൻ്റെ പ്രോബ്ലംസ് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. യെസ്, ഒരുപാട് ചലഞ്ചസ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നിങ്ങൾ നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടില്ല. യെസ്, കണ്ടോ, നിങ്ങൾക്ക് അത്രയും നല്ലൊരു പാസ്റ്റ് ലൈഫിൽ നിന്ന് ഈ ഒരു പാസ്റ്റ് ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മോശമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടതായിട്ട് പറയുന്നുണ്ട്. 10 of Wands, 7 of Wands, 6 of Wands, 6, 7, 8 and 9 is pending. യെസ്, പേജ് ഓഫ് ഫീലിങ്സ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പൈസ വരും, പക്ഷെ അതങ്ങോട്ട് പോവും.
റിലേഷൻഷിപ്പ് വരും, അതങ്ങനെ പോകും. അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത കണക്ഷൻസും സ്റ്റെബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ബിക്കോസ് നിങ്ങൾ സ്റ്റേബിൾ അല്ല. നിങ്ങൾ ഒരുപാട് നിങ്ങൾ പോലും ഓർമ്മയില്ലാത്ത പല കർമ്മങ്ങളും നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് റൂട്ട് കണ്ടത്. നിങ്ങളുടെ പ്രവൃത്തികൾ അത്ര നല്ലതല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. സോ നിങ്ങൾ നല്ല രീതിയിൽ ഫോർഗീവ്നെസ് ചെയ്യണം. നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയുള്ള നമ്മുടെ 7 ജനറേഷനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഡെയിലി ഫോർഗീവ്നെസ് കൊടുക്കുക. 21 ഡേയ്സ് 41 ഡേയ്സ് നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും. ചില ആത്മാക്കൾക്ക് ആ ഒരു എനർജി അല്ലെങ്കിൽ അവർക്കൊരു ക്ഷമ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ് എവിടെയും എത്തില്ല. ആ ഒരു വേദന, ആ ഒരു കർമ്മത്തിൽ അവർ ആത്മാവിനെ ശാന്തമാക്കുമ്പോൾ നമ്മുടെ ലൈഫിലും അതിൻ്റെ മാറ്റങ്ങൾ വരും. സോ ഈ ഒരു ഇതിൽ പാസ്റ്റ് ലൈഫ് നിങ്ങൾ കൊണ്ടുവന്നത് ഒരുപാട് കർമ്മങ്ങളാണ്. അപ്പോൾ ആളുകളെ ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കാം, വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യാം. നിങ്ങൾക്ക് ഗാർഡിയൻ ഏഞ്ചലായിട്ട് ആരായിരുന്നു എന്ന് നോക്കാം. ദ കോസ്മിക് ഹാർട്ടാണ്. യെസ്, ഈ കാർഡ് വരുമ്പോൾ ഹാർട്ട് ചക്രയെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കാം. ഇതാണ് കാർഡ് വന്നിട്ടുള്ളത്. യെസ്, ഐ ആം ദ കോസ്മിക് ഹാർട്ട്. ഇവിടെ പറയുന്ന ഈ കാർഡ് വരുമ്പോൾ നിങ്ങൾ വീനസ്, യെസ്, ഇന്നലെ വീനസും ജുപ്പിറ്ററും പ്ലാനറ്റിൻ്റെ ഒരു കൺജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങളുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്യുവർ അൺകണ്ടീഷൻ ലവ്. നിങ്ങൾ ആദ്യം അതറിഞ്ഞ് ഭൂമിയിലേക്കും നിങ്ങൾ പോകുന്നവർക്ക് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യുക എന്നാണ് ഇത് 9th ഡയമെൻഷണൽ ഫ്രീക്വൻസി. ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക മദർ മേരി കണക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു കോസ്മിക് ഹാർട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഹൃദയം വിശാലമായിട്ടുള്ളതായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് പേരിൽ നിന്നൊരു എന്താ പറയുക സ്നേഹവും കണ്ടീഷൻ അല്ലാത്ത സ്നേഹങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് നിങ്ങൾ ഈ ലൈഫിലെത്തിയപ്പോൾ നിങ്ങൾ തിരിച്ച് എഗെയിൻ കണ്ടീഷനായി പോവുകയാണ്. അപ്പോൾ അതല്ലാതെ പ്യുവർ അൺകണ്ടീഷൻ ലവ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഭൂമിയിൽ കൊണ്ടുവരിക. നിങ്ങളുടെ ഹാർട്ട് സെൻറ്ററിൽ ഇടയ്ക്ക് നിങ്ങൾ കൈ വെച്ചിട്ട് ഐ ആം ദ പ്യുവർ ഡിവൈൻ ലവ്, എന്നിലൂടെ എല്ലാവരിലേക്കും ആ ഒരു പ്യുവർ ഡിവൈൻ അൺകണ്ടീഷൻ ലവ് സ്പ്രെഡ് ആവട്ടെ എന്നൊക്കെ നിങ്ങൾക്ക് അഫോർമേഷൻസ് ആയിട്ട് പറയാം. ബ്രീത്ത് ഇൻ ലവ് ഫ്രം ദ കോസ്മിക് ഹാർട്ട് ആൻഡ് റേഡിയേറ്റ് ഇറ്റ് ടുവേർഡ്സ് ടു എവ്രി വൺ ടുഡേ. ഇന്ന് തന്നെ നിങ്ങൾ ഈ പൈൽ 2 കാണുന്നവർ നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾ ഈ അഫോർമേഷൻസ് പറഞ്ഞ് എല്ലാവരിലേക്കും ഈ ഒരു പച്ച കളർ ഹാർട്ട് ചക്ര ഗ്രീനാണ് പറയാം, റെഡ് ഫോർ ദ റൂട്ടാണ്. അപ്പോൾ പച്ച കളർ ഇങ്ങനെ സർക്കിൾ ചെയ്ത് എല്ലാവരിലേക്ക് പോയി തട്ടുന്നതായിട്ട് കാണാം. പ്രകൃതിയുടെ കളറാണല്ലോ ഇപ്പോൾ ഗ്രീൻ. സോ നിങ്ങളും ആ ഒരു കോസ്മിക് ഹാർട്ടായി മാറാനാണ് പറയുന്നത് കേട്ടോ. സോ ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ളൊരു ഗാർഡിയൻ ഏഞ്ചൽസ് ഒക്കെ ആയിട്ട് പറയുന്നത് ഹാർട്ടാണ്. ഹാർട്ട് ചക്ര കൂടുതലും നമുക്ക് ഗാർഡിയൻ ഏഞ്ചൽസ് ആയിട്ട് വരുന്നത് റഫേൽ സാമുവൽസ് ഒക്കെയാണ്. അവരും കോൾ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഹാർട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എനർജി എടുത്ത് കംപ്ലീറ്റ്ലി സ്പ്രെഡ് ചെയ്യാം. ബിക്കോസ് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള മോശകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളുടെ കർമ്മ റിലീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ജനറൽ റീഡിംഗ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ റീഡിങ്ങിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ മെസ്സേജസ് കൺവേ ചെയ്യുന്നുണ്ട്, പുതിയ നോളജ്, പുതിയ വിസ്ഡംസ് ഒക്കെ. അപ്പോൾ നിങ്ങളിത് ചുമ്മാ കേട്ട് കളയാതെ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് റൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ അതൊന്ന് എടുത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എപ്പോഴും വീഡിയോസ് കിട്ടുന്ന പല ഇൻഫോർമേഷൻസും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്ക് വ്യത്യാസം വരാം. അല്ലാതെ നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുമോ സ്റ്റക്ക് എനർജി. നിങ്ങളുടെ കയ്യിൽ പൈസ വന്നു, നിങ്ങളൊന്നും ചെയ്യാതെ പൈസ എടുത്ത് വയ്ക്കുമ്പോൾ സ്റ്റക്കായി പോവും ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഷോപ്പ് ചെയ്യണം. കാരണം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് മണി കൂടുതൽ നമ്മളിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ സ്റ്റക്ക് എനർജി ആക്കും. പിന്നെ നിങ്ങളിലേക്കും എനർജി വരില്ല, ഇവിടെ നിന്ന് പോകാൻ തന്നെ ശരി. ചില സമയത്ത് നിങ്ങൾക്ക് കാണാം ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ചില ക്ലയൻസ് പറയണ കേൾക്കാം, സോറി ഫോർ ദ ഡിസ്റ്റർബൻസസ്. നമ്മൾ വീട്ടിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, പല ശബ്ദങ്ങളും കാര്യങ്ങളും വരും. പക്ഷെ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ വരിക, അല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് അത് വേണ്ടതായിരിക്കും കേട്ടോ. അപ്പോൾ താഴെ കമൻറ്റ് ഇടേണ്ട ശബ്ദം അങ്ങനെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് റീഡിങ്. കാരണം പ്രകൃതിയിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചില ക്ലയൻസ് പറയും മാഡം എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ എന്തൊക്കെയോ ഒരു ഡിസ്റ്റർബൻസസ് വരുന്നുണ്ട്. കാരണം അവർ സ്റ്റക്ക് എനർജിയിലാണ് പോകുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റക്ക് എനർജി നിങ്ങൾ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് റീഡിങ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കോസ്മിക് ഹാർട്ടായി മാറും. എന്നിട്ട് എല്ലാവരിലേക്കും ആ എനർജി സ്പ്രെഡ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് ഈ ലൈഫ് ടൈമിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും വിഷമമുള്ള ആൾക്കാരെ കാണുമ്പോഴും നല്ല ഹോപ്പ് കൊടുക്കുക, അവർക്ക് നല്ലൊരു ആശ്വാസ വേർഡ് കൊടുക്കുക. അല്ലാതെ ഡീമോട്ടിവേഷൻ ചെയ്യരുത്. കുറേ പേരെ കാണാം നെഗറ്റീവായി പറഞ്ഞിട്ട് മറ്റുള്ളവരും കൂടി താഴത്തേക്ക് കൊണ്ടുവരുന്നത്. അവർ എഗെയിൻ കുറേ കർമ്മ അനുഭവിക്കുക. അവരുടെ ലൈഫിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഓൾവേസ് സ്പ്രെഡ് പോസിറ്റിവിറ്റി ടുവേർഡ്സ് അതേഴ്സ് ആൻഡ് ഓൾസോ
അറൗണ്ട് എന്താ പറയുക, ഈ ലോകത്ത് ഫുൾ ആ ഒരു എനർജി സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് താല്പര്യം മീൻസ് റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്, അതുപോലെ ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ റീഡിങ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതുപോലെ ക്ലാസ്സസ് ഞാൻ പറഞ്ഞു, ആകാശിക്കിൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ലാസ്റ്റ് 2 വീക്കായി 25th. അപ്പം ആകാശിക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ടാരോ കോഴ്സ് ഉണ്ട്, നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാരോ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ജോയിൻ ചെയ്യാം, ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം വരാം കേട്ടോ. ഓക്കെ, അതുപോലെ ക്രിസ്റ്റൽസ് വേണ്ടവരൊക്കെ ഒന്ന് മുന്നേ തന്നെ പറയാം. അപ്പോൾ ഞാനിവിടെ ബൈ ചെയ്ത് വെക്കാറില്ല, കാരണം ഇങ്ങനെ എനർജികൾ വന്നുകൊണ്ട് പോകുമല്ലോ. ആ സമയത്ത് ഞാൻ സ്റ്റോറിൽ നിന്ന് ഒരു വിത്തിൻ വീക്കിനുള്ള കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ്. വേണമെന്നുള്ളവർക്ക് മുന്നേ തന്നെ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, സോ ആകാശിക് റീഡിങ്, അതുപോലെ കോഡ് കട്ടിങ്. ഇപ്പോൾ കോഡ് കട്ടിങ് ഡിസ്റ്റൻറ്റ് ഹീലിങ്ങിൻ്റെ ഒരു സമയം ഫ്രീ ആണ്. കാരണം ഞാനത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് കാർമിക് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പോൾ ആ വയ്ക്കുന്ന പേയ്മെൻറ്റിനേക്കാളും ഞാൻ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു സോൾ പർപ്പസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും ആഫ്റ്റർ ഈ കോഡ് കട്ടിങ്സും അതുപോലെ തന്നെ കാർമിക് ക്ലിയറൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻസ് എടുത്താലും ചില രീതിയിലൊക്കെ നമുക്ക് അതിൻ്റെ എനർജികൾ വന്ന് നമ്മൾ ഹിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, വളരെ റിസ്കി ആയിട്ടാണ്, പക്ഷേ എൻ്റെ ഒരു സോൾ പർപ്പസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് അത്ര പവിത്രമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇപ്പോൾ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ പോലും ചിലവർ കാണാം, അവർക്ക് എമൗണ്ട് ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും എനിക്ക് പറ്റില്ല, ഇതിനേക്കാൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവർ മനസ്സിലാക്കിയാണ് നമ്മൾ റീഡ് ചെയ്യുന്നെങ്കിൽ പോലും നിങ്ങളുടെ കർമ്മയിൽ കീഴിൽ റീഡ് ചെയ്തിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എനിക്കും കൂടെ അതിൻ്റെയൊക്കെ എഫക്റ്റ് വരും എത്ര പ്രൊട്ടക്റ്റ് ചെയ്താലും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാട്ട്. സ്പിരിച്വാലിറ്റി അറിഞ്ഞവർ ഒരിക്കലും ഒന്നിനെയും വില പേശില്ല. ബിക്കോസ് ഈ സമൃദ്ധമായിട്ടുള്ളൊരു പ്രപഞ്ചത്തിൽ നമ്മൾ കുഞ്ഞൊരു കാര്യം ചോദിക്കുന്നത് അല്ലേ, അത്തരം സബ് കോൺഷ്യസ് ലെവൽ ഡെവലപ്പായവർക്ക് ഇത് ഈസിലി മനസ്സിലാകാത്തവർ എപ്പോഴും ആ ലിമിറ്റഡ് ബിലീവ്സ് എന്നാണ് ചിന്തിക്കുക. അപ്പോൾ ഒരു സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കും അവരുടെ ലൈഫ്. നിങ്ങൾ നോക്കി നോക്കൂ കേട്ടോ, സബ് കോൺഷ്യസ് ലെവൽ വളരെ ലോ ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ലോകം വളരെ ചുരുങ്ങിയതായിരിക്കും. അവർക്ക് പുറത്തേക്ക് പോകാനും അറിയില്ല, അവർക്ക് അതിനെക്കുറിച്ച് കാണാനും അറിയില്ല. പക്ഷെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ട് വരുമ്പോൾ നമ്മളൊരു 3-4 കൊല്ലങ്ങൾക്ക് മുന്നേ നമ്മളും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് ചിന്തിക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ വ്യത്യാസം ലൈഫിൽ വരുന്നത്. മുന്നേ ഒന്നും നടന്നിരുന്നില്ല മാനിഫെസ്റ്റേഷൻസ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആവുക, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ഫ്രീ ആയിട്ട് 28 days ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്ത് നോക്കിയാണെങ്കിൽ നമുക്ക് മാറ്റം വരില്ല, അതെല്ലാം നമ്മൾക്ക് വരില്ല. നമ്മൾ ആദ്യം എനർജി അലൈൻഡ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രാക്ടീസസ് ഒക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, സോ താങ്ക് യു എവറി വൺ, സ്റ്റേ ബ്ലെസ്ഡ്.